മക്കളെ ഒന്ന് ഉണക്കാൻ വേണ്ടി ഉപ്പിലിട്ട് വെച്ചത് മീനായിരുന്നു കേട്ടോ. പക്ഷേ ദിവസം കഴിഞ്ഞ് മീനും തീർന്നു. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയത്. അപ്പം നമ്മുടെ ഉപ്പെല്ലാം പിടിച്ച് നമ്മുടെ മീനെല്ലാം നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഉപ്പെല്ലാം തല്ലിക്കുടഞ്ഞ് വെയിലത്തിടണം. അപ്പോൾ അതാണ് ഇതേ രീതിയിലാണ് നമ്മൾ ഉപ്പ് തല്ലിക്കുടയുന്നത്. ഇതെല്ലാം ഇങ്ങനെ തല്ലിക്കുടഞ്ഞ് നമുക്ക് ഇങ്ങനെ എടുക്കാം. നമ്മളിങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നത് മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. എല്ലാവരും ഒത്തിരി മീനൊക്കെ കിട്ടുമ്പോൾ ഇതേ രീതിയിൽ ചെയ്ത് വെച്ചാൽ നമുക്ക് മീൻ കൂട്ടണമെന്ന് തോന്നും. ഉണക്കമീൻ കൂട്ടണമെന്ന് തോന്നുമ്പോൾ കൂട്ടാം. മീൻ കിട്ടാത്ത ദിവസങ്ങളിൽ നമുക്കിങ്ങനെ ഈ ഉണക്കമീൻ വെച്ച് എന്തെങ്കിലും വറക്കുകയോ കറി വെക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ എല്ലാ ഉപ്പും കളഞ്ഞു. വാഴച്ചോട്ടിൽ ഇങ്ങനെയുള്ളതൊക്കെ ഇടാൻ നമുക്ക് ഉപ്പ് കേട്ടോ. ഈ ടാർപ്പായിലോട്ട് നമ്മൾ അന്ന് ഒരു ദിവസത്തെ വെയിലേ നമ്മൾ കൊള്ളിച്ചുള്ളൂ. അപ്പോഴത്തേനും നമ്മുടെ മീൻ ഉണങ്ങി കേട്ടോ. ഒരു കേടുപാടും ഇല്ലാതെ ഉണങ്ങി കിട്ടി. അപ്പോൾ ഇതെല്ലാം വെയിലത്തിട്ടിട്ട് നമ്മളിതിൻ്റെ പുറത്ത് പിന്നെ വലയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്നറിയോ, കാക്ക കൊണ്ടുപോകാതിരിക്കാൻ. അപ്പം വലയെല്ലാം ഇട്ടിട്ട് രണ്ട് ഓടും അപ്പുറം ഇപ്പുറം വെക്കുന്നത് എന്താണെന്നറിയോ, വലയുടെ മേളിലിങ്ങനെ അല്ല മീനിൻ്റെ മേളിൽ വല പൊങ്ങി നിൽക്കാൻ വേണ്ടി അല്ലെ മീനിനോടങ്ങ് ടച്ച് ചെയ്ത് കിടക്കത്തില്ലേ. എന്നിട്ട് അപ്പുറം ഇപ്പുറം രണ്ട് വല വെച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. മീനൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ നമ്മുടെ മീൻ ഒരൊറ്റ ദിവസത്തെ വിലയെ കൊണ്ടുള്ളൂ. എല്ലാം വന്നുകൊണ്ടേ നമ്മൾ പ്ലാസ്റ്റിക് ടിന്നിനകത്തിട്ട് വെക്കുവാണ്. നമ്മൾ സ്റ്റീൽ പാത്രത്തിലോ അലൂമിനിയം പാത്രത്തിലൊന്നും ഉപ്പുള്ള വസ്തുക്കളൊന്നും ഇട്ട് വെക്കരുത്, അത് കേടായി പോകും. പിന്നെ അലൂമിനിയം പാത്രത്തിൽ പിന്നെ പ്ലാസ്റ്റിക്കിലും ഇട്ട് വെക്കാൻ പാടില്ല. പക്ഷെ നമ്മളത് അതേ ദിവസം ഉപയോഗിക്കത്തില്ല, പെട്ടെന്ന് തീരും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ചെയ്തു നോക്കണം. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ശരി മക്കളെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു.